നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ട്രബിൾ ലക്ഷ്യമിട്ടാണ് റയൽ മാഡ്രിഡ് മുന്നോട്ട് പോകുന്നത്. ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഫോക്കസ് അടുത്ത മത്സരത്തിലാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദം ഇതാ വരുന്ന മിഡ് വീക്കില് സാന്റിയാഗോ ബെർണബൂവില് ബയൺ മ്യൂണിക്കാണ് എതിരാളികൾ. അവരെ നേരിടുന്നതിലാണ് ഇനി ശ്രദ്ധ എന്ന് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ഇത്തവണ റയൽ മാഡ്രിഡ് ആ ട്രബിളാണ് ലക്ഷ്യമിടുന്നത്. സ്പാനിഷ് സൂപ്പർ കപ്പിൽ അവർ മുത്തമിട്ട് കഴിഞ്ഞു. ലാലിഗയിൽ ഇതാ കിരീടം ചൂടിക്കഴിഞ്ഞു. ഇനി ചാമ്പ്യൻസ് ലീഗ് അതുകൂടി നേടാനാവുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും റയൽ മാഡ്രിഡിലെത്തിയ താരങ്ങളൊക്കെ കിരീടങ്ങൾ വാരിക്കൂട്ടുന്നത് ഒരു സ്ഥിരം കാഴ്ചയാവുകയാണ്. നമുക്കറിയാം, റയലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയതിന്റെ റെക്കോർഡ് മാർസലോക്കും ബെൻസീമക്കുമായിരുന്നു, 25 കിരീടങ്ങൾ വീതം. എന്നാൽ ഇപ്പോ ഈ ലാലിഗ കിരീടത്തോടുകൂടി നാച്ചോയും മോഡ്രിച്ചും 25 കിരീടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. കർവാഹലിന് 24 കിരീടങ്ങളായിരിക്കുന്നു. കഴിഞ്ഞില്ല. ഓരോരോ താരങ്ങളുടെ കാര്യം എടുത്ത് നോക്കിയാലും, ഈവൻ പ്രസിഡന്റ് ഫ്ലോറന്റിനോ പെരസിന്റെ കാര്യം എടുത്ത് നോക്കിയാലും കിരീടങ്ങളുടെ കാര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്ന കാഴ്ച. കിരീടങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടുകയാണ്. ഫ്ലോറന്റിനോ പെരസ് ഇപ്പോൾ സാന്റിയാഗോ ബെർണാബുവിനെ മറികടന്നിരിക്കുന്നു. ഏറ്റവും അധികം കിരീടങ്ങൾ നേടിയിട്ടുള്ള റയൽ മാഡ്രിഡ് പ്രസിഡന്റ് എന്ന കണക്കിൽ സാന്റിയാഗോ ബെർണാബു എന്ന ഇതിഹാസത്തെ മറികടന്നിരിക്കുന്നു ഫ്ലോറന്റിനോ പെരസ് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏറ്റവും അധികം ലാലിഗ കിരീടങ്ങളുടെ കണക്കെടുത്താൽ റയൽ മാഡ്രിഡ് ആണ് ഒന്നാമത്, 36 കിരീടങ്ങൾ. രണ്ടാമതുള്ള ബാഴ്സലോണക്ക് 27 കിരീടങ്ങളേ ഉള്ളൂ എന്നതും ശ്രദ്ധിക്കുക. ഇനി ഹൊസേലു, അദ്ദേഹത്തിന്റെ കരിയറിലെ രണ്ടാമത്തെ ട്രോഫിയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. രണ്ടും ഈ സീസണിലാണ്, അതായത് സ്പാനിഷ് സൂപ്പർ കപ്പും ലാലിഗയുമാണ് അദ്ദേഹം നേടിയത്. റോഡ്രിഗോ അദ്ദേഹത്തിന്റെ കരിയറിലെ, റയൽ മാഡ്രിഡ് കരിയറിലെ 10ാമത്തെ ട്രോഫിയാണ് നേടിയത്. വിനി ജൂനിയർ അദ്ദേഹത്തിന്റെ റയൽ മാഡ്രിഡ് കരിയറിലെ 11ാമത്തെ ട്രോഫിയാണ് ഇപ്പം വാരിക്കൂട്ടിയിരിക്കുന്നത്. ആഞ്ചലോട്ടി സിനദിൻ സിദാനെ മറികടന്നിരിക്കുന്നു. മാഡ്രിഡിലെ ട്രോഫി ടാലിയിൽ സിനദിൻ സിദാനെ മറികടന്നിരിക്കുന്നു. സിദാൻ 263 മത്സരങ്ങളിൽ റയൽ മാഡ്രിഡിന്റെ കോച്ചായിട്ട് 11 കിരീടങ്ങൾ ചൂടിയെങ്കിൽ 286 മത്സരങ്ങൾ റയലിന്റെ കോച്ചായിരുന്നിട്ട് 12ാമത്തെ കിരീടമാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി നേടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഫ്ലോറന്റിനോ പെരസിന്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം 61ാമത്തെ ട്രോഫിയാണ് ഫുട്ബോളിലും ബാസ്കറ്റ് ബോളിലും ഒക്കെ ആയിട്ട് റയൽ മാഡ്രിഡിനായിട്ട് ഇപ്പോൾ നേടിയിരിക്കുന്നത് പ്രസിഡന്റ് എന്ന നിലയിൽ. ഇനി കമവിംഗയുടെ കാര്യം, അദ്ദേഹം റയൽ മാഡ്രിഡിൽ എത്തിയിട്ട് 8ാമത്തെ ട്രോഫിയാണ് നേടിയിരിക്കുന്നത്. വെറും 21 വയസ്സേ താരത്തിന് പ്രായമുള്ളൂ. ഫെഡെ വാൽവർദെ അദ്ദേഹത്തിന്റെ 11ാമത്തെ കിരീടം റയൽ മാഡ്രിഡിനായിട്ട് നേടിയിരിക്കുന്നു. ഫെർലാൻ മെൻഡി അദ്ദേഹത്തിന്റെ റയൽ മാഡ്രിഡ് കരിയറിൽ 9ാമത്തെ കിരീടം നേടിയിരിക്കുന്നു. ആൻഡ്രി ലൂനിൻ അദ്ദേഹത്തിന്റെ റയൽ മാഡ്രിഡ് കരിയറിലെ 8ാമത്തെ കിരീടം ചൂടിയിരിക്കുന്നു. ബെല്ലിംഗാമും ഗ്യൂളറും ഷുവാമനിയും റൂഡിഗറും അവരുടെ ഫസ്റ്റ് ലീഗ് കിരീടമാണ് ഇവിടെ നേടിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഷുവാമനി അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കരിയർ ലീഗ് ട്രോഫി എന്ന് പറയുന്ന പോലെ തന്നെയാണ് റൂഡിഗറും അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ട്രോഫിയാണ് നേടുന്നത്. ഫ്ലോറന്റിനോ പെരസ് 7ാമത്തെ ലാലിഗ കിരീടമാണ് മാഡ്രിഡ് പ്രസിഡന്റ് എന്ന രൂപത്തിൽ നേടുന്നത്. കാർലോ ആഞ്ചലോട്ടി 12ാമത്തെ ട്രോഫിയാണ് മാനേജർ എന്ന രൂപത്തിൽ നേടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ 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 ഓരോരുത്തരും റയൽ മാഡ്രിഡിലേക്ക് എത്തിയാൽ ഓരോരുത്തരും ഇങ്ങനെ കിരീടങ്ങൾ വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിസ്മയിപ്പിക്കുകയാണ് ഡോൺ കാർലോയും റയൽ മാഡ്രിഡും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.